ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശരത്താണ് പണം മോഷ്ടിച്ചതെന്ന ആ വീഡിയോ വൈറലാവുന്നതോടുകൂടി ചന്ദ്ര ശരത്തിന്റെ നേർക്ക് കേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പറഞ്ഞല്ലോ. അങ്ങനെ ശരത്തിന് കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞു ഒരുപാട് പ്രാവശ്യം അവിടെ ഇങ്ങനെ രവീന്ദ്രനും മറ്റുള്ളവരൊക്കെ ആവശ്യം ഉന്നയിക്കുമ്പോൾ അവിടെ രേവതി അവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ള ആ ഒരു ആവശ്യം ചന്ദ്ര പറയണം കേട്ടോ. ഒരിക്കലും രേവതി ഇറക്കാൻ പറ്റില്ലെന്ന് സച്ചിയും പറയണം. ഇത് കേൾക്കുന്നത് രവീന്ദ്രൻ പറയണ ശരിയാണ്, ഇറക്കാൻ പറ്റത്തില്ല എന്ന് പറയണം. അങ്ങനെ ചന്ദ്ര അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. പിന്നീട് ബാമയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ബാമ പറയുന്നുണ്ട്, ചന്ദ്ര നീ ചെയ്യുന്നത് ശരിയല്ല, നീ എത്ര ആണെങ്കിലും ഇവിടെ ഇപ്പോ രേവതിയുടെ ആങ്ങളെയാണ് ഇത് ചെയ്തതെങ്കിലും കൂടി ഒരിക്കലും അവളെ കുറ്റക്കാരിയാക്കുന്നതിൽ അർത്ഥമില്ല. എനിക്ക് ആ പൂക്കെട്ടുകാരിയുടെ വീട്ടിൽ എന്തായാലും എനിക്ക് നിൽക്കാൻ പറ്റില്ല. എന്റെ വീടാണെങ്കിൽ അവളുടെ വീട് പോലെയാണല്ലോ. അവിടെ ഇപ്പൊ എല്ലാവരും അവൾക്ക് അധികാരം കൊടുത്തിരിക്കുന്നു. എന്നിട്ട് എന്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ബാമ ഒരുപാട് തെറ്റ് തിരുത്താൻ നോക്കും, പക്ഷെ അതിലൊന്നും ചന്ദ്ര വീഴില്ല കേട്ടോ. പിന്നീട് വർഷയുടെ അമ്മ വീഡിയോ കണ്ടതിനെ തുടർന്ന് വർഷയെ കാണാൻ ആ വീട്ടിലോട്ട് ഓടി വരികയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, എന്താണ് വർഷ, ഞാൻ ആ കണ്ട വീഡിയോ ഇത്രമാത്രം വൃത്തികെട്ടവനായിരുന്നോ രേവതിയുടെ ആങ്ങള എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് കേട്ടോടെ തന്നെ ശരിക്കും രേവതിക്ക് സങ്കടമാവുന്നുണ്ട്. ഒരു പുറത്താണെങ്കിലോ ഇങ്ങനെ തന്റെ അനിയൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് തന്നെ ചന്ദ്ര വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ ഒരു സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ ഇപ്പുറത്ത് മഹിമ ഇങ്ങനെ ഓരോ കുത്തുന്ന വാക്കുകൾ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും സങ്കടമാവാണ് കേട്ടോ. അങ്ങനെ ഇത്രയും വലിയ മോശ സ്വഭാവമാണ് ഈ ശരത്തിന്റെ കൈകളിലുള്ളത്. എന്താ രേവതി, നിന്റെ അനിയൻ ഇങ്ങനെ ആയിപ്പോയത്? കള്ളന്റെ കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്റെ മോള് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ തുടരുകയാണ് കേട്ടോ. അപ്പൊ അത് കേട്ട് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയാണ്. രവീന്ദ്രൻ അത് കേട്ട് നിൽക്കാൻ കഴിയില്ല. രവീന്ദ്രൻ പറയണേ, അതെ മഹിമേ, നിങ്ങളുടെ മകളെ കാണാനല്ലേ ഈ വീട്ടിലോട്ട് വന്നത്, അല്ലാതെ ഈ വീട്ടില് എന്റെ മകനെയും മരുമകളെയും വിളിച്ചു കൊണ്ടുപോകാനാണെങ്കിൽ അവരോട് ചോദിക്കുക, അല്ലാതെ എന്റെ വേറൊരു മകനെയും മരുമകളെയും നിങ്ങൾക്ക് വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എനിക്കറിയാം. അല്ല രവി, ഞാനിപ്പോ ഇത് പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇത്ര വിഷമമൊന്നും തോന്നണ്ട, കാരണം നിങ്ങളുടെ ഭാര്യ അടക്കം ഇക്കാരണത്തിന്റെ പേരിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ. അപ്പൊ അത് കേട്ടോടെ തന്നെ വർഷയ്ക്ക് ദേഷ്യം പിടിച്ച് വർഷയുടെ അമ്മയെ വിളിച്ചു കൊണ്ടുപോകണം കേട്ടോ. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ശരിക്കും രേവതിക്ക് സങ്കടമാവണം. അങ്ങനെ രേവതി സച്ചിയോട് പറയണേ, ഇനി ഈ വീട്ടിൽ നിൽക്കേണ്ട സച്ചിയേട്ടാ, എന്തായാലും നമുക്ക് പോവാം, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാം. ഞാൻ എന്റെ ആങ്ങളെ ചെയ്ത തെറ്റ് തന്നെയാണല്ലോ, അമ്മയുടെ വീട്ടിൽ അമ്മ ഇങ്ങോട്ടേക്ക് തിരികെ വരട്ടെ. ഓരോരുത്തരുടെ ചോദ്യത്തിന് മുന്നേ ഞാൻ ആകെ ഉത്തരം മുട്ടിപ്പോവും, അത് ഇല്ലാതാക്കാൻ ഇതേ എനിക്ക് മാർഗമുള്ളൂ അമ്മ. ഇനി ഈ വീട്ടിലോട്ട് തിരികെ വരാൻ ഇതേ മാർഗമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സച്ചിയോട് ആവശ്യപ്പെടുമ്പോൾ സച്ചി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്ന, സച്ചി ഒരിക്കലും നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. ഇവിടെ ഇപ്പോൾ നിന്റെ ഭാര്യയുടെ ആങ്ങള അവരുടെ വീട്ടുകാർ എന്ത് തെറ്റ് ചെയ്താലും ഇപ്പോൾ നിന്റെ ഭാര്യയെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയുന്ന അത് നിന്റെ അമ്മയുടെ ന്യായം മാത്രം. ഈ പറയുന്ന വർഷയുടെ വീട്ടില് എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നു, അവളുടെ അച്ഛൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്തു, എന്നിട്ടിപ്പോ എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? എന്നിട്ടിപ്പോ നിന്റെ അമ്മ ഇതിനൊന്നും കുറ്റം കണ്ടെത്തിയില്ലല്ലോ. എന്നാൽ നിന്റെ വീട്ടുകാർക്ക് അത് വന്നപ്പോൾ അതിന് പ്രശ്നമാണെങ്കിൽ അത് പറ്റത്തില്ല, ഇവിടെ നിൽക്കണമെന്ന് പറയട്ടോ. ഞാനുള്ളിടത്തോളം കാലം ഈ വീട്ടിൽ തന്നെ നിങ്ങൾ നിൽക്കണം, ഒരിക്കലും നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. അപ്പൊ അമ്മയോ അവളെ എനിക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയണ്ട. അപ്പൊ ഈ സമയം മഹിമയാണെങ്കിൽ വീണ്ടും ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ടോടെ തന്നെ സച്ചി പറയണം, നിങ്ങൾ ഇത്ര വല്ലാതെ പറയുന്നു വേണ്ട ആന്റിയുടെ കുടുംബം ഒന്ന് തോണ്ടുന്നത് നല്ലതാണ്, ആന്റിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് എങ്ങനെ നടന്നിരുന്നതാണ്, അതൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അത് കേൾക്കുന്ന മഹിമ ആകെ ഉരുണ്ട് കളിക്കണേട്ടാ. അപ്പൊ ഇത് കേട്ടോടെ തന്നെ വർഷ പെട്ടെന്ന് തന്നെ അമ്മയെ വിളിച്ചു കൊണ്ടുപോവാണ്. പിന്നീട് വർഷ എന്തിനാ അപ്പൊ അമ്മ ഇങ്ങോട്ടേക്ക് വന്ന്, എടി നീ ഇവിടെ നിൽക്കണ്ട, നീ ശ്രീകാന്ത് ഈ സമയം വീട്ടിൽ നിന്ന് ഇറങ്ങണം, കള്ളന്റെ കുടുംബത്തിൽ നീ താമസിക്കേണ്ട ആവശ്യമില്ല. അതിന് അമ്മ, ഇത് കള്ളന്റെ കുടുംബമല്ലല്ലോ, പിന്നെ കള്ളന്റെ പെങ്ങൾ ഈ വീട്ടിലുണ്ടെങ്കിൽ അതും കള്ളൻ തന്നെയല്ലേ, അതുകൊണ്ട് നീ ഇങ്ങ് പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ശ്രീകാന്തിന് ദേഷ്യം പിടിക്കാനായിട്ടാ. അപ്പൊ വർഷ പറയണേ, അമ്മയ്ക്ക് എന്നെ കാണാൻ വരാം, പക്ഷെ ഞങ്ങൾ എവിടെ നിൽക്കണം എവിടെ നിൽക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങളുടെ ജീവിതം എങ്ങനെ പോണ്ടെന്നും തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. അത് കേൾക്കുന്ന ശ്രീകാന്ത് പറയുന്നത്, ശരിയാണ് ആന്റിയുടെ മുഖത്തടിച്ച് ഞാൻ സംസാരിച്ചു എന്ന് ആന്റിക്ക് തോന്നരുതല്ല, അതുകൊണ്ട് തന്നെ കാര്യം പറയാം, എന്റെ വീട്ടില് ആരും കള്ളന്മാരില്ല, പിന്നെ ആർക്കും തെറ്റുപറ്റാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും മഹിമയെ ഇറക്കുമ്പോൾ സച്ചി മുന്നോട്ട് വരേണ്ട. അപ്പൊ സച്ചി പറയണേ, അതെ എല്ലാവരെയും കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും എളുപ്പമാണ്, അവരവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ ആദ്യം പരിഹരിച്ച് മറ്റുള്ളവരുടെ കുടുംബത്തിൽ എത്തി നോക്കാതിരിക്കുകയാണെങ്കിൽ കുറേയൊക്കെ പ്രശ്നത്തിന് പരിഹാരമാവും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കേട്ട ഉടൻ തന്നെ എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ മഹിമ നിൽക്കുമ്പോൾ ഉടൻ തന്നെ സച്ചി വീണ്ടും പറയാണ്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ അമ്മ കാരണമാണ് ഈ ശരത്ത് കള്ളനായത്, എൻ്റെ അമ്മ
അമ്മയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് തന്നെയാണ്, എൻ്റെ അമ്മ പറയുന്ന വാക്കും പ്രവൃത്തിയും കൊണ്ടാണ് അവൻ ഈ കള്ളത്തരം ചെയ്യേണ്ടി വന്നത്. അല്ലാതെ അവൻ ഒരിക്കലും അങ്ങനെ ഒരു കള്ളനൊന്നല്ല, മറ്റുള്ളവരുടെ പണം മോഷ്ടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ അമ്മയെ മാത്രം അവനിങ്ങനെ ചെയ്യുന്നത്. അമ്മ അത്രത്തോളം അവനെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് സത്യം പറയാൻ കേട്ടോ. അപ്പൊ ഇതൊക്കെ കേട്ടിട്ടും മഹിമക്ക് അത്ര വലിയ ആ ഒരു ഇതൊന്നുമില്ല. മഹിമ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പിന്നീട് രവീന്ദ്രൻ ചന്ദ്രയുടെ അരികിലോട്ട് പോവാണ് കേട്ടോ. അപ്പൊ ചന്ദ്രയോട് മഹിമ ബാമ പറയുന്നുണ്ട്, നീ ഇവിടെ നിന്നോ, അതൊന്നും കുഴപ്പമില്ല, പക്ഷെ ഈ ഒരു നൃത്തം നീ ഇവിടെ എന്നേക്കുമായി നിൽക്കേണ്ടി വരും, കാരണം നീ ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ ഇത് കേട്ടോണ്ട് തന്നെ എൻ്റെ 2 മക്കളുണ്ടല്ലോ, അവരെന്നെ വിളിക്കാൻ വരും, എന്തായാലും അത് എനിക്ക് ഉറപ്പാണ്. അങ്ങേര് വിളിക്കാൻ വരില്ല, അങ്ങേർക്ക് ആ പൂക്കെട്ടുകാരിയെ അതുപോലെ തന്നെ കൊണ്ടേ അല്ലേ ഇഷ്ടം, നിന്റെ മകനെയാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഉടൻ തന്നെ അവിടെ രവീന്ദ്രൻ വരികട്ടോ. ഇത് കേൾക്കുന്ന ചന്ദ്രക്ക് കുറച്ചൊക്കെ ഒരു ആശ്വാസമാണ്. അപ്പോൾ മാമ പറയുന്നുണ്ട്, ഇപ്പൊ എന്തായി, ഞാൻ പറഞ്ഞില്ലേ നിന്നെ രവീന്ദ്രൻ വിളിക്കാൻ വരുന്നത്. അങ്ങനെ രവീന്ദ്രൻ ചന്ദ്രയുടെ അരികിലോട്ട് വരുന്നത്. എന്താ ചന്ദ്ര, നീ എന്താ കൊച്ചുകുട്ടിയാണെന്നാ വിചാരിച്ചിരിക്കുന്നത്? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇറങ്ങിപ്പോക്കാണ് വഴി. പിന്നെ നിങ്ങൾക്ക് എന്നേക്കാൾ വലുത് അവളാണെങ്കിൽ അവളുടെ കൂടെ നിങ്ങളങ്ങ് നിന്നോ, അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഉടൻ തന്നെ നിന്റെ ഈ വാശിയൊക്കെ നല്ലതിനാവില്ല കേട്ടോ ചന്ദ്രേ. നിന്റെ മകൻ തന്നെയല്ലേ ഈ സച്ചിയുടെ ഭാര്യയല്ലേ ഈ പറയുന്ന രേവതി. അപ്പൊ ഈ രേവതിയെ അവിടെ നിന്ന് പറഞ്ഞേക്കണം എന്ന് പറയുമ്പോൾ നിന്റെ മകനും അവിടെ നിന്ന് പോവില്ല. അത് നീ എന്താ ചിന്തിക്കാതെ പോകുന്നത്? നീ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നിന്റെ മകൻ തന്നെയാണ്, നിന്റെ ഈ വയറ്റിൽ പിറന്നത് തന്നെയാണ്. അത് കേൾക്കുന്ന ചന്ദ്ര ഒന്നിങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നടുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം രവീന്ദ്രൻ വീണ്ടും പറയാണ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വർഷയുടെ അച്ഛൻ എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ ചെയ്തു, എന്നിട്ട് നീ അതിനൊരു കുറ്റം പിടിക്കാതെയും കണ്ട് ഇപ്പോ രേവതിയുടെ ആങ്ങള ഈ ഒരു തെറ്റ് ചെയ്ത് അതിനുള്ള കാരണക്കാരി നീ തന്നെയല്ലേ? ഇനിയിപ്പോ ആ തെറ്റും കൂടി എന്റെ തലയിൽ അങ്ങ് കെട്ടിവെച്ചോ. എന്തിനാ ചന്ദ്ര നീ നിന്റെ മനസ്സിൽ തൊട്ടിന് എനിക്ക് പറയാൻ കഴിയുമോ? നിന്റെ മനസ്സിനോട് നീ പലവട്ടം ചോദിച്ചു നോക്കുക, അപ്പോൾ തന്നെ അതിന് ഉത്തരം കിട്ടും. നീ ചെയ്ത തെറ്റിന്റെ ആ ഒരു ദേഷ്യം കൊണ്ടാണ് ആ പയ്യൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്, അല്ലാതെ അവനൊരു കള്ളനൊന്നല്ല. ഒന്ന് നീ ആലോചിക്കണം, ഒരു ചെറിയ ചെക്കനാണ്. നമ്മുടെ സുധിക്കാണ് ഈ ആപത്ത്, അല്ലെങ്കിൽ ശ്രീകാന്തിനാണ് ഈ ആപത്ത് വന്നിരിക്കുന്നെങ്കിൽ അപ്പൊ നിന്റെ മനസ്സിന് എത്രത്തോളം വിഷമം ഉണ്ടാവും, അത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അന്ന് നീ ഇങ്ങനെ മറ്റുള്ളവരുടെ കാല് പിടിക്കാനൊക്കെ നീ പോവോ എന്നൊക്കെ ചോദിക്കാനായിട്ട്. അപ്പോഴും ചന്ദ്രയുടെ മനസ്സ് മാറുന്നില്ല. പക്ഷെ ഇനി ചന്ദ്രയുടെ മനസ്സ് മാറും. ആ കേസ് വേണ്ടെന്ന് ഇങ്ങനെ വെക്കുന്ന ആ ഒരു എപ്പിസോഡൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് ദേവുവിന്റെ ഫോൺ കോൾ ഇങ്ങനെ രേവതിക്ക് വരികയാണ്. ചേച്ചി അമ്മയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോൺ കോൾ ആയിരിക്കട്ടെ. ഇത് കേൾക്കുന്ന രേവതി ചോദിക്കുക, എന്തിനാ അമ്മയെ അറസ്റ്റ് ചെയ്തു? അപ്പോൾ ഉണ്ടായ കാര്യം പറയാനായിട്ടാ. അമ്മ ശരത്തിനെ കിട്ടാത്തത് കൊണ്ട് തന്നെ പോലീസുകാർ ഇവിടെ വന്ന് അമ്മയെ അറസ്റ്റ് ചെയ്യണത്, അമ്മയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മയെ ഒരു കുറ്റവാളിയെ പോലെ പോലീസ് ജീപ്പിൽ വലിച്ചു കൊണ്ടുപോയി. ഞാൻ ഇനി എന്താ ചെയ്യുക, എനിക്ക് പേടിയാവുന്നു ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്ക് വിളിച്ച് ദേവ് ഇങ്ങനെ കറിയായിട്ട്. അപ്പൊ രേവതി പറയുന്നുണ്ട്, നീ സമാധാനപ്പെടും, ഞാൻ ഇപ്പൊ എത്താമെന്ന് പറഞ്ഞ് ഫോൺ കെട്ടിയാണ്. അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് എന്താ രേവതി പ്രശ്നം? അത് എന്റെ അമ്മയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തിന്? ശരത്തിനെ കിട്ടാത്തതിൽ എന്ന് പറയട്ടെ. അപ്പൊ ശരത്തിനെ മാറ്റിയിരിക്കുന്നത് ഈ പറയുന്ന സച്ചി തന്നെ ആയിരിക്കും, മഹേഷിന്റെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുകയായിരിക്കും. അപ്പൊ ഇനി എന്തായാലും ഇനി പോലീസ് സ്റ്റേഷനിലോട്ട് സച്ചിയും രേവതിയും കൂടി പോയിട്ട് ലക്ഷ്മിയമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സീന് വരുന്നുണ്ട്.